നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഇടുക്കി കട്ടപ്പനയിലെ ഇരട്ടക്കൊലപാതകത്തിൽ ദുരൂഹത ശക്തമാകുകയാണ്. പ്രതികളെന്ന് സംശയിക്കുന്നവരുടെ ജീവിത രീതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴയ്ക്കുന്നത്. കട്ടപ്പന സ്വദേശികളായ വിഷ്ണു, സുഹൃത്ത് നിതീഷ് എന്നിവർ മോഷണക്കേസിൽ പിടിയിലായതോടെയാണ് നരബലി സംബന്ധിച്ച സംശയമുയർന്നത്. പ്രതിയെന്ന് സംശയിക്കുന്ന വിഷ്ണുവിന്റെ വീട്ടിൽ ആഭിചാര ക്രിയകൾ നടന്നതായി പോലീസിന് സംശയമുണ്ട്. വിഷ്ണുവിന്റെ അമ്മയെയും സഹോദരിയെയും കുറിച്ച് വീട്ടുകാർക്ക് അറിവില്ലാത്തതും സംശയം ജനിപ്പിക്കുന്നു. വിഷ്ണുവിന്റെ പിതാവ് വിജയൻ, സഹോദരിയുടെ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞ് എന്നിവരുടെ മരണത്തിലാണ് ദുരൂഹത. ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങൾ ഇവരിവിടെ താമസക്കാരുണ്ടെന്ന് പോലും അറിയുന്നത്. ആശാവർക്കർമാരും അതുപോലെ ഹരിതകർമ്മസേനക്കാരൊക്കെ ഈ വീടുകളിൽ ചെല്ലുന്ന സമയങ്ങളിലൊന്നും ആ വീട് അടച്ചിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അവർ നമ്മളോട് മെമ്പർ എന്ന നിലയ്ക്ക് പറഞ്ഞത് അവിടെ താമസക്കാരില്ലേ ചേച്ചി, അതുകൊണ്ട് യൂസർഫി ഒക്കെ കിട്ടണമെങ്കിൽ അവിടെ താമസമില്ലാത്തത് കൊണ്ട് എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അപ്പം ഞാനും ഓർത്ത് അവർ വാടകക്കാർ പോയി കാണുന്നു കണ്ടായിരുന്നു ഇരുന്നത്. എന്നാൽ ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോഴാണ് അറിയുന്നത് അവർ അവിടെ താമസം ഉണ്ടായിരുന്നെന്നും അയൽക്കാരുമായിട്ടൊന്നും ഒരു ബന്ധങ്ങളും ഇല്ലായിരുന്നു. അപ്പം അന്വേഷിച്ചപ്പോൾ ആർക്കും അവരെക്കുറിച്ചൊന്നും അറിയത്തില്ല. ഈ ഒരു ചെറുക്കൻ വിഷ്ണു എന്ന് പറഞ്ഞ ചെറുക്കൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വെള്ളം എടുക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ അവരുടെ അമ്മയെക്കുറിച്ചോ അച്ഛനെക്കുറിച്ചോ ഒന്നും അവർക്ക് ആർക്കും അറിയത്തില്ല. വാർത്തയുടെ വിശദാംശങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, ഒരു കൊലപാതകം 8 വർഷം മുൻപ് നടന്നതാണെന്നും വിഷ്ണുവിന്റെ പിതാവ് വിജയനെ കൊലപ്പെടുത്തിയത് 7 മാസം മുൻപുമാണെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന പുറത്തുവരുന്ന വിവരങ്ങൾ. ഒരു നവജാത ശിശുവിന്, അതായത് വിഷ്ണുവിന്റെ സഹോദരിയുടെ 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ 8 വർഷം മുൻപ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവം, അത് ഈ വർഷങ്ങൾക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം പോലീസിന് ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഈ അമ്മയും സഹോദരിയും നൽകിയ ഏതാനും ചില വിവരങ്ങൾ, ചില സൂചനകൾ മാത്രമാണ് ഈ കേസിന് പോലീസിന് ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്ന ഏതാനും ചില സൂചനകൾ അത് മാത്രമാണ്. ഇവർ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസിനെ സംബന്ധിച്ച് ഇനി വലിയ വെല്ലുവിളികളുണ്ട്. ഈ 2 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങണം. നിലവിലെ മോഷണ കേസിലാണ് ഈ 2 പേരും, വിഷ്ണുവും നിതീഷും പിടിയിലായത്. 2 പേരെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഉടൻ തന്നെ പോലീസ് 2 പേരെയും കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിൽ അപേക്ഷ നൽകുന്നുണ്ട്. എന്തായിരിക്കും പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ? ഈ 2 കൊലപാതക കേസുകളും 2 സ്ഥലങ്ങളിൽ വെച്ച് നടന്നു. 2 വീടുകളിലാണ് മൃതദേഹങ്ങൾ മറവ് ചെയ്തിരിക്കുന്നതെന്ന വിവരമാണ് ലഭ്യമായിരിക്കുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ പോലീസിന് ഇതുവരെ അതിൽ വ്യക്തമായ ധാരണകളൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ മോഷണ കേസിലാണ് വിഷ്ണുവിനെയും നിതീഷിനെയും പിടികൂടുന്നത്. വിഷ്ണുവിനെ മോഷണ കേസിൽ പിടികൂടിയതോടെ വിഷ്ണുവിനെ നാട്ടുകാർ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടെ റിമാൻഡിൽ ആണെങ്കിൽ പോലും അദ്ദേഹം ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അതിനുശേഷം ചികിത്സ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കോടതിയിൽ ഹാജരാക്കി പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയാൽ മാത്രമേ കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. തന്നെയല്ല, ഇപ്പോൾ അവധിയായതിനുള്ള കുറേ സാങ്കേതിക പ്രശ്നങ്ങൾ കസ്റ്റഡിയിൽ കിട്ടുന്നതിനുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യത്തിന് കൂടി പോലീസ് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു സാഹചര്യമാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതേസമയം ഈ വിഷ്ണുവും നിതീഷും നേരത്തെ മുതലേ ഇവരെ പലതരം വിവിധ മോഷണ കേസുകളിൽ സംശയിച്ചിട്ടുണ്ട്, പിടികൂടിയിട്ടുണ്ട്, പ്രതികളാണ്. പക്ഷേ നേരത്തെ ഈ നിതീഷ് ഒരു മന്ത്രവാദിയാണെന്നാണ് പറയപ്പെടുന്നത്. വിഷ്ണുവിന്റെ സഹോദരിയുടെ കുഞ്ഞിനെ ഗന്ധർവന് കൊടുക്കാനാണെന്ന് പറഞ്ഞിട്ടാണ് 2 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ ഇവർ വാങ്ങി കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇത്തരം മന്ത്രവാദ ക്രിയകൾ, ആഭിചാര ക്രിയകൾ ഇവരുടെ വീടുമായി ചുറ്റിപ്പറ്റി നടന്നു വരുന്ന ഒരു സാഹചര്യം പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേസമയം വിഷ്ണുവും അമ്മയും സഹോദരിയും താമസിച്ചിരുന്ന വീട്ടിൽ അമ്മയും സഹോദരി ഉണ്ടോ എന്ന് പോലും നാട്ടുകാർ മനസ്സിലാക്കിയിരുന്നില്ല എന്ന് അല്പം മുമ്പ് നമ്മൾ കേട്ട ബൈറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് തന്നെയാണ് പോലീസിനും പറയാനുള്ളത്. ഇത്രയും കാലം ഒരു കരുതൽ തടങ്കൽ പോലെ ജീവിച്ചിരുന്ന അമ്മയും മകൾക്കും അവർ പറയുന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവരുടെ മാനസികാരോഗ്യം എത്രത്തോളം ഉണ്ട്, ഇത്തരം കാര്യങ്ങൾ പരിശോധിച്ചിട്ട് വേണം പോലീസിന് ഇക്കാര്യത്തിൽ ഒരു നിഗമനത്തിലെത്താൻ തന്നെ. അതുകൊണ്ട് തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ അച്ഛൻ വിജയൻ, അദ്ദേഹത്തെ ഒരു 8 മാസം മുൻപ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി ഇവരിപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ തറയിൽ കുഴിച്ചുമൂടി കോൺക്രീറ്റ് ഇട്ട് മൂടിയെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ
വീട്ടുടമയെ പോലീസ് സമീപിക്കുകയും വീട്ടുടമ പരിശോധിച്ച ശേഷം അത് പുതുതായി കോൺക്രീറ്റ് ചെയ്താണെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ വീട് പരിശോധിച്ചപ്പോൾ ചുറ്റുവട്ടത്ത് ദുർഗന്ധമുള്ളതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അസഹ്യമായ തരത്തിൽ ദുർഗന്ധം വമിക്കുന്നതായി പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി പഴയ പട്ടുതുണികളും അത്തരം സാഹചര്യങ്ങളിലേക്ക് നയിക്കുന്ന ചില തെളിവുകളും വീടിന് ചുറ്റുവട്ടത്ത്, ഇപ്പോൾ വാടക വീടിന് ചുറ്റുവട്ടത്തു നിന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് നരബലിക്കുള്ള സാധ്യതയുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിനെയും നിതീഷിനെയും ചോദ്യം ചെയ്യണമെങ്കിൽ കസ്റ്റഡിയിൽ സൂചിപ്പിച്ചതുപോലെ ഈ കുഞ്ഞിന്റെ കൊലപാതകം, നവജാത ശിശുവിന്റെ മരണത്തിന് പിന്നില് ആഭിചാരക്രിയ ഉണ്ടെന്ന് സംശയിക്കാം. കാരണം അവിടെ ഗന്ധർവന് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് കൊലപ്പെടുത്തിയെന്നാണ് ഈ വീട്ടുകാരെ, ഈ സഹോദരി അമ്മയൊക്കെ നൽകിയിരിക്കുന്ന മൊഴികൾ. പക്ഷേ ഈ പിതാവിന്റെ കൊലപാതകത്തിൽ ആ രീതിയിൽ സംശയിക്കണോ? കാരണം ഈ വിഷ്ണുവിന്റെ പിതാവ് വിജയനും തമ്മിൽ ചില സാമ്പത്തിക തർക്കമുണ്ടായിരുന്നു. അതിന്റെ പുറത്തുള്ള കൊലപാതകമാണ് എന്നൊരു സംശയം കൂടി, ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഈ 2 കൊലപാതക കേസുകൾക്ക് പിന്നിലും 2 വ്യത്യസ്തമായ കാരണങ്ങൾ കാണുമോ? പോലീസ് ആ രീതിയിലും അന്വേഷിക്കുന്നുണ്ടോ, പരിശോധിക്കുന്നുണ്ടോ ആജ്ഞ? അതെ, കൂടുതലുള്ള അന്വേഷണം ഇന്ന് നടക്കുമെന്നാണ് അറിയുന്നത്. ഇപ്പോൾ ടോം സൂചിപ്പിച്ചതല്ല, വിഷ്ണുവും അച്ഛനും തമ്മിലുള്ള ഉണ്ടായിരുന്ന ഒരു സാമ്പത്തിക പ്രശ്നമാണ്. അതേ തുടർന്ന് തർക്കത്തെ തുടർന്ന് അച്ഛനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം പെങ്ങളുടെ കുഞ്ഞിനെ, സഹോദരിയുടെ കുഞ്ഞിനെ, അതേ മന്ത്രവാദിയുടെ കുഞ്ഞാണെന്ന് പറയപ്പെടുന്നുമുണ്ട്. അതിന് അക്കാര്യത്തിലും വ്യക്തതയില്ല. 2 ദിവസം പ്രായമായ കുഞ്ഞിനെ ഈ പറഞ്ഞതുപോലെ ആഭിചാര ക്രിയകൾക്ക് വേണ്ടിയാണ്, അതിലൂടെ സമൃദ്ധി ഉണ്ടാക്കാം, സമ്പദ് സമൃദ്ധിയും ഉണ്ടാക്കാം എന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ആ കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു സാഹചര്യമാണ് ഇപ്പോൾ എലന്തൂർ കേസ് പോലത്തെയുള്ള നരബലി കേസിലേക്ക് ഇത് സംശയാസ്പദമായി കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യമുണ്ടോ, ഇതിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഈ വീടിനെപ്പോൾ, അതിന് മുൻപ് ഇവർക്കൊരു വീടുണ്ടായിരുന്നു, അത് വിറ്റ ശേഷം ഇപ്പോൾ ഈ കടയിലൊരു സ്ഥലം വാങ്ങിക്കുന്ന കട്ടപ്പനയിലൊരു സ്ഥലം വാങ്ങിച്ച് കട്ടപ്പനയിൽ ഒരു വാടകയ്ക്കൊരു വീടെടുത്ത് അവിടെ താമസിക്കുന്ന, ആ വാടകയ്ക്ക് താമസിക്കുന്ന വീടിന്റെ തറയിൽ അച്ഛനെ കൊന്നു കുഴിച്ചുമൂടിയെന്ന് പറയപ്പെടുന്നത്. അതേ വീടിന്റെ ചുറ്റുവട്ടത്താണ് ഇപ്പോൾ ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടുള്ള സാമഗ്രികൾ കണ്ടെത്തിയിട്ടുള്ളത്. മന്ത്രവാദം നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാണ്. ആഭിചാര ക്രിയകൾ, അത്തരത്തിലുള്ള ക്രിയകൾ നടന്നിട്ടുണ്ടോ എന്ന് വ്യക്തമാണ്. അത് നരബലിയിലേക്ക് നയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധനയിലുള്ളത് കേട്ടോ. യെസ്, ആജ്ഞ രവീന്ദ്രനിലേക്ക് തിരികെ വരാം. ഇപ്പോൾ റിട്ടയർഡ് SP ജോർജ് ജോസഫ്